നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നൈസർഗികമായ ആ ജീവത്തായ ശരീരത്തെ, അതിൻ്റെ സ്പന്ദനങ്ങളെ, അതിൻ്റെ സുഗന്ധത്തെ, അതെന്തൊക്കെയാണോ അതിനെ ആ നിലയിൽ ആസ്വദിക്കാൻ കഴിയാതെ വരും. ഭാവനകൾ അവിടെ സ്ഥാനം പിടിക്കും. പണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ ആയ ഒരുപാട് ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റായതും ശരിയായതുമായ ധാരണകളും കൂടി ചേർന്ന് രതിക്രിയയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തടസ്സപ്പെടുത്തും. സ്വാഭാവികമായിട്ടും ശീഘ്രസ്ഖലനം ഒരു പുരുഷനിൽ സംഭവിക്കാൻ ഇടയാക്കുന്നത് അവനിലെ അമിതമായ ലൈംഗിക ഭാവനകളാണ്. ഒരു സ്ത്രീയെ ഒരു പുരുഷന് തൃപ്തിപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത് അവൻ്റെ ലൈംഗിക ഭാവനകളാണ് കാരണമായിരിക്കുന്നത്. ലൈംഗികമായ ഭാവനകളിൽ അവൻ കെട്ടപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവനൊരു പെണ്ണിനെ അവൾ ആഗ്രഹിക്കുന്ന അത്രയും സമയം രതിയിലൂടെ കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നത്. അതിനു മുമ്പേ സ്ഖലനം സംഭവിക്കുകയും സ്ത്രീ സ്വാഭാവികമായും ആ രതിക്രിയയുടെ ആനന്ദം അനുഭവിക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ രതിയുടെ ഭാവനകളിൽ നിന്ന് രതിയെ മോചിപ്പിച്ചാൽ രതിക്രിയ ആത്യന്തികമായ ആനന്ദാനുഭവമാകും എന്നാണ് ഞാൻ പറഞ്ഞത്.